ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ഈ അങ്ങ് നേരത്തെ പറഞ്ഞ അങ്ങ് കളകൾ എന്ന് വിശേഷിപ്പിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതൃപ്തിയുള്ള മനുഷ്യർ അവർ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ ചില തെരഞ്ഞെടുപ്പുകൾ പാർട്ടിയുടെ അധികാര ശ്രേണിയിൽ ഉണ്ടാകുമ്പോൾ അതിനോട് കലഹിക്കുന്നു. ഇതാദ്യമല്ല. അപ്പോൾ അന്ന് സന്ദീപ് വാര്യരുടെ പ്രശ്നമുണ്ടായപ്പോൾ പറഞ്ഞത് അത് വ്യക്തിപരമായ താല്പര്യമാണ്, അധികാരത്തിന് വേണ്ടിയിട്ടാണ്, തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടിയെ ഒറ്റിയതാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നീട് പ്രമിള ശശിധരൻ അടക്കമുള്ള കാര്യങ്ങൾ ഉള്ള ആളുകൾ പരസ്യമായ മാധ്യമങ്ങളോട് പറഞ്ഞ സമയത്ത് സി കൃഷ്ണകുമാർ ഒരു ടെലിഫോൺ ഡയലിൽ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ പറയാണ് അവരുടെ രാഷ്ട്രീയമായ ഒരു അജ്ഞതയെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വാർത്തയുണ്ടാക്കുന്നുവെന്ന്. എങ്ങനെ? പന്തളത്തും പാലക്കാടുമാണ് ആകെയുള്ളത്. അവിടുത്തെ നഗരസഭയെ നയിക്കുന്ന ഒരു സ്ത്രീക്ക് ഈ പറയുന്ന രാഷ്ട്രീയ അജ്ഞത ഇവരുടെ അത്രയും ഇല്ല, ജ്ഞാനം ഇവരുടെ അത്രയും ഇല്ല എന്ന നിലയ്ക്കാണ് അതിനെ വിലയിരുത്തുന്നത്. ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്ന, കാലാകാലങ്ങളിൽ ഉയർന്നു വന്ന പല ശബ്ദങ്ങളെ വ്യക്തിപരമായി ആക്രമിച്ചോ അധിക്ഷേപിച്ചോ വിലയിടിച്ച് കണ്ടോ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിന് കോട്ടം തട്ടുന്നുണ്ടോ? ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ആ ഹൈറാർക്കിയിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഏറ്റവും ക്രൂഷ്യലാണ്. കാര്യം ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട, ഒരുപാട് പവറുള്ള അങ്ങനെയുള്ള ഒരു പോസ്റ്റാണ്. അങ്ങനെയുള്ള ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് നടത്തുമ്പോൾ, അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ഒരു വ്യക്തിയെ നിയോഗിക്കുമ്പോൾ അത് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം താല്പര്യത്തിന് വഴങ്ങി അങ്ങനെയല്ല അത് ചെയ്യുന്നത്. അങ്ങനെയല്ല ചെയ്യുന്നത്. തീർച്ചയായിട്ടും പ്രസിഡന്റുമാരുടെ അല്ലെങ്കിൽ ആരൊക്കെ അതിൻ്റെ ലിസ്റ്റ് കേന്ദ്ര നേതൃത്വം അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്ക് ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനൊടുവിലാണ് ഈ ജില്ലാ പ്രസിഡന്റിനെയൊക്കെ തീരുമാനിക്കുന്നതും അവിടെ അവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യും. അത് ഇവിടുത്തെ ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ, അതുമല്ല സുരേന്ദ്രൻ്റെ കാലാവധി കഴിയുകയാണ്. സുരേന്ദ്രൻ ഈസ് ആൻ ഔട്ട് ഗോയിങ് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുക. ഇനി അദ്ദേഹം ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ, സംസ്ഥാന പ്രസിഡന്റ് ആവാൻ സാധ്യതയില്ല. രണ്ട് ടേം കഴിയുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പം പ്രശാന്ത് ശിവൻ വളരെ ഊർജ്ജസ്വലനായ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, വളരെ ഊർജ്ജസ്വലനാണ് അദ്ദേഹം. നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള നല്ല ഒരു പ്രവർത്തകനാണ്. നല്ല ഫ്യൂച്ചർ ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു പാർട്ടി ഒരാളെ ഉയർത്തിക്കൊണ്ട് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ അവരെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് അവർക്ക് എത്ര പ്രായമുണ്ടെന്നോ എത്ര സീനിയോറിറ്റി ഉണ്ടെന്നോ മാത്രം നോക്കിക്കൊണ്ടല്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ തേജസ്വി സൂര്യ 30 വയസ്സേ ഉള്ളൂ. ആ പയ്യന് 30 വയസ്സ്, 31 വയസ്സേ ഉള്ളൂ. അത് എന്തൊരു പെർഫോമൻസാണ് പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്മൃതി ഇറാനി എത്ര പ്രായമുണ്ട് അവർക്ക്? ഏജ് എത്രയുണ്ട്? അവരെക്കാട്ടിൽ എത്രയോ സീനിയർ ആയിട്ടുള്ള അങ്ങനെയോ ഉള്ളവരാരുണ്ട്. ഇനിയിപ്പോ ഇവിടെ ഇരുന്ന് ഇത്രയും നേരം പ്രസംഗിച്ച സന്ദീപ് വാര്യർ, ഈ സന്ദീപ് വാര്യരെക്കാട്ടി സീനിയർ ആയിട്ടുള്ള എത്രയോ ആൾക്കാർ പാലക്കാടും ഈ സംസ്ഥാനത്തും ഉണ്ടായിരുന്നു. അതിനെ എല്ലാം മറികടന്നുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അതൊക്കെ ആ യാഥാർത്ഥ്യമൊക്കെ നിലനിൽക്കത്തന്നല്ലേ അദ്ദേഹം ഇവിടെ സംസ്ഥാന വക്താവായിട്ട് വരെ വന്നത്, ഈ ചാനലുകളിൽ മുഴുവനും ബി ജെ പിയുടെ മുഖമായിട്ടിരുന്നത് ആണല്ലോ. അപ്പം അങ്ങനെ ഈ ചാനലുകളിൽ മുഴുവനും ബി ജെ പിയുടെ മുഖമായിട്ടിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു അങ്ങനെ ചാനൽ ചർച്ചകളിലൂടെ വളർന്നു വന്ന ഒരാളല്ല സി കൃഷ്ണകുമാർ എന്ന്. സംസ്ഥാന അധ്യക്ഷൻ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുണ്ട്, സി കൃഷ്ണകുമാർ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുണ്ട്. ഈ പറയുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നൽകിയപ്പോഴും അതൊരു മോശം കാര്യമാണ് എന്ന നിലയ്ക്കുള്ള അല്ലെങ്കിൽ രണ്ടാം തരമാണ് എന്ന നിലയ്ക്കുള്ള കുത്തലുകളും അതിന് പിന്നാലെ ഉണ്ടാകുന്നുണ്ടല്ലോ. അല്ല, ഒരിക്കലും ഞാൻ അങ്ങനെയല്ല, അങ്ങനെയുള്ളൊരു കുത്തലല്ല. അതിൽ കൂടെ മാത്രം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ സോഷ്യൽ മീഡിയ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ വളരെ വളരെ പ്രചാരത്തിലുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയയിലും ചാനലിലും മുഖം കാണിച്ച് മാത്രം അല്ലാതെ നിന്ന് ഞാൻ ഈ വലിയ സംഭവമാണ് എന്ന് എന്ന ആ ഒരു സ്വയം പ്രഖ്യാപനമായിട്ട് നടക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എന്നാൽ ഇതെല്ലാം ഒരേപോലെ ബാലൻസ് ചെയ്തുകൊണ്ട്. പക്ഷെ പാലക്കാട് കൗൺസിലർമാരൊന്നും ഇങ്ങനെയല്ലല്ലോ. പാലക്കാട് ഇപ്പൊ പറയുന്ന സന്ദീപുമായി ബന്ധപ്പെട്ട് ഈ വിമർശനങ്ങൾ ഉയർത്താം. പക്ഷെ പാലക്കാട്ടെ കൗൺസിലർമാർ ഇപ്പൊ ഈ 7 പേരും അല്ലെങ്കിൽ ഇനി ഈ വിയോജിപ്പ് പ്രകടിപ്പിക്കുമെന്ന് വിചാരിക്കുന്ന 9 പേരും ഒന്നും ഈ ഗണത്തിൽ നിങ്ങൾക്ക് പോലും ഉൾപ്പെടുത്താൻ കഴിയാത്ത ആളുകളാണ്. അതെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറഞ്ഞു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പ്രശ്നങ്ങൾ കാര്യം ഇതൊരു ബഹുജന പാർട്ടിയാണ്. അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വിരുദ്ധാഭിപ്രായങ്ങളും അങ്ങനെ വാക്ക് തർക്കങ്ങളും എല്ലാം ഉണ്ടാവും. ഇതല്ലെങ്കിൽ ഇതെല്ലാം റോബോട്ടുകളാണോ? ചിട്ടി റോബോട്ടുകളാണോ? എല്ലാം ഒരേപോലെ ചിന്തിക്കാൻ അല്ലല്ലോ, മനുഷ്യരല്ല. അപ്പം വ്യത്യസ്ത ചിന്താഗതികൾ ഉണ്ടാവും, അഭിപ്രായങ്ങൾ ഉണ്ടാവും.
ചില ഘട്ടങ്ങളിൽ ആ അഭിപ്രായ വ്യത്യസ്ത വ്യത്യാസങ്ങൾ ചിന്താഗതികളെയും ചിലപ്പോൾ അഭിപ്രായങ്ങളെയും എങ്ങനെ വിലവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിമർശനം ഉയർന്നു. ഇവരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയൊന്നുമല്ല, ഇത് കേന്ദ്രം തീരുമാനിച്ച പട്ടികയാണ്, അല്ലെങ്കിൽ കേന്ദ്രം കണ്ടു ബോധിച്ച പട്ടികയാണ്, ഇതിലൊരു മാറ്റമില്ല എന്ന തരത്തിൽ ഉള്ള പ്രഖ്യാപനമല്ലേ വരുന്നത്? അല്ല, ഒരു കാര്യം, ഇതൊരു കേഡർ പ്രസ്ഥാനമാണ്. കേന്ദ്രം ആ രീതിയിലുള്ള ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റം അംഗീകരിച്ച ആ ഒരു തീരുമാനത്തിനെ ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മാറ്റാനോ ഇപ്പൊ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ കഴിയില്ല എന്നുള്ളത് തുറന്നു പറയുകയാണ് ചെയ്തത്. അതിനിപ്പം ഈ പറഞ്ഞ പോലെ അവരെ അവിടെയുള്ള വിരുദ്ധാഭിപ്രായങ്ങൾ ഉയർത്തിയവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ ബോധ്യപ്പെടുത്തുക, ഇല്ലെങ്കിൽ ബാക്കിയുള്ള എന്താന്ന് വെച്ചാൽ നോക്കുക, അത്രേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ മധു ഞാൻ ഒറ്റ കാര്യം കൂടെ. ഇനി എന്തായാലും അദ്ദേഹം ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞില്ല, BJP വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അദ്ദേഹം ആദർശം അങ്ങ് ആകാശം മുട്ടിയപ്പോൾ ഇത് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിൽ കിടന്ന് വീർപ്പ് മുട്ടി ശ്വാസം മുട്ടി അദ്ദേഹം സഹിക്കാൻ വയ്യാതെ പുറത്തു ചാടി എന്നാണല്ലോ അദ്ദേഹം ഈ പറയുന്നത്. അപ്പൊ ഈ 8-10 വർഷം അദ്ദേഹം ഈ കേരളത്തിനോടും ഈ മാധ്യമങ്ങളോടും മുഴുവനും പച്ചക്കള്ളമായിരുന്നോ ഈ നവംബർ 12-ാം തീയതി വരെ പറഞ്ഞിരുന്നത് താൻ കാണിച്ചത് ഏറ്റവും വലിയ കാപട്യമായിരുന്നു, താൻ കാണിച്ചത് കള്ളത്തരമായിരുന്നു എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പാലക്കാട്ടെ കൺവെൻഷനിൽ ഒരു കസേര കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും BJP ദേശീയ പാർട്ടിയും RSS ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയും ഒക്കെ ആകുമായിരുന്നു. അദ്ദേഹം കുറെ കാലം പാലക്കാട് സീറ്റിന് വേണ്ടി ഡൽഹിയിലൊക്കെ പോയി കുറെ ലോബിയിങ് നടത്തിയത് പലർക്കും അറിയാം. അത് വിജയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോഴും BJP-യിൽ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം BJP-യെ ഇങ്ങനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഇതേപോലെ ചാനൽ ചർച്ചകളിൽ സജീവമായി തന്നെ നിൽക്കുകയും ചെയ്യുമായിരുന്നു.